So I'll just start off with the basic. അതായത് ഒരു basic mindset and basic lifestyle നെ പറ്റി പറയുകയാണെങ്കിൽ there are a few things. I believe that each one should identify what is the most optimum time that you can study with. For example, നമ്മൾ പഠിക്കുകയാണെങ്കിൽ most people find early morning, രാവിലെ ഫ്രഷ് ആയി എഴുന്നേറ്റിരിക്കുമ്പോൾ to be the most effective time that they have. So I would say divide your day into different categories according to your productivity that you feel. ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. മേ ബി ഒരു 1 month 2-3 weeks ഒക്കെ ആവുമ്പോൾ you will know that what works best for you. If you're going to regular class, then the story is different. അപ്പൊ അതും കൂടെ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മുടെ സ്മാർട്ട് മെത്തേഡ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. സോ ഫോർ മീ ദ മോസ്റ്റ് ടഫസ്റ്റ് സബ്ജക്ട് ടു ലേൺ വാസ് എക്കണോമിക്സ്. കാരണം ഞാൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ MA ലെവലിൽ പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ BA പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഭയങ്കര ബ്രെയിൻ ആപ്ലിക്കേഷൻ ചെയ്ത് പഠിക്കുന്നത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആ ടൈമിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. ഹിയർ വൺ തിങ് ഇസ് ദാറ്റ് ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. സം പീപ്പിൾ ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ഐ മീൻ ഇറ്റ്സ് വാട്ട് എവറിബഡി ഡസ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല് മേ ബി പത്രം വായിക്കാൻ നിങ്ങൾക്ക് ഇത്ര ബാൻഡ്വിഡ്ത്ത് ആവശ്യമില്ല. യു ക്യാൻ റീഡ് ഇറ്റ് മേ ബി ഇൻ എ ലിറ്റിൽ മോർ ലെസ് എഫിഷ്യന്റ് ടൈം. ഈവനിങ്ങിലോ രാത്രിയിലോ വായിക്കാം. ബട്ട് ഇറ്റ്സ് അപ് ടു യു. ബട്ട് യു ഗെറ്റ് ദി ഐഡിയ റൈറ്റ്. ആൻഡ് ഇൻ ദി ആഫ്റ്റർനൂൺ വെൻ യു ആർ ഫീലിംഗ് വെരി സ്ലീപ്പി, ഭയങ്കര ഉറക്കം വരുന്ന നേരത്ത് കീപ് സംതിങ്സ് ലൈക്ക് ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ ഫ്രണ്ടിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പഠിക്കുന്നത്, അതൊക്കെ ആഫ്റ്റർനൂൺ ടൈമിൽ വെക്കാം. സോ ദാറ്റ് വേ യു ആർ ഒപ്റ്റിമൈസിങ് യുവർ ടൈം ത്രൂ ഔട്ട് ദ ഡേ. സോ യുവർ ഗോൾ ഇസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വെൻ യു ലുക്ക് ബാക്ക് ഹൗ പ്രൊഡക്റ്റീവ് ആർ യു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എത്ര മണിക്കൂർ പഠിച്ചതിനുപരി how productively you used each chunk of time. അപ്പൊ രാവിലെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു, after breakfast there's one particular time, then after lunch, post lunch, evening and night, അങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ ഓരോ സബ്ജക്ട് സ്പെസിഫിസിറ്റീസിലോട്ട് പോവുകയാണെങ്കിൽ each subject has its own, each subject demands that they have to be learned in a particular way. For example, if you're talking about polity is different from how you study environment. Polity പഠിക്കുകയാണെങ്കിൽ we know ലക്ഷ്മികാന്ത് is the Bible. ലക്ഷ്മികാന്ത് നമ്മൾ അത്രയും thorough ആയിട്ട് പഠിക്കണം. Similarly, ഇതേപോലെ സ്മാർട്ട് ടെക്നിക്സ് വരുന്നത് is when you want to make notes, you can make mind maps ഉണ്ടാക്കാൻ ധാരാളം വെബ്സൈറ്റ്സ് ഉണ്ട്. വെബ്സൈറ്റ്സിൽ കയറിയിട്ട് നമുക്ക് മൈൻഡ് മാപ്പ് ഉണ്ടാക്കാം. പിന്നെ എന്താ പറയാ, ടൈം ലൈൻ സ്റ്റഡി ഫോർ ഹിസ്റ്ററി. അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ മേക്ക് എ ടൈം ലൈൻ ഓഫ് സോർട്സ് വിച്ച് ഇസ് സേ ഒരു സെഞ്ചുറി 1900 ടു ഏർലി ലെറ്റ്സ് സേ 18th century to 19th century എന്ന് പറഞ്ഞിട്ട് ഒരു A4 ഷീറ്റ് കട്ട് ചെയ്തിട്ട് ലോങ് ആയിട്ട് വെക്കുക. ആൻഡ് ദെൻ draw a line with a scale. It will look just like a scale. Instead of numbers you put years. എന്നിട്ട് ആ ഇയേഴ്സിന് നേരെ യു ഹാവ് ടു ഗിവ് ലെറ്റ്സ് സേ ഹു വാസ് ദ ഗവർണർ ജനറൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, വാട്ട് ഓൾ വാർസ് ടുക്ക് പ്ലേസ് അറ്റ് ദാറ്റ് ടൈം. എന്നിട്ട് അത് നമ്മുടെ വാളിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ എവറി ടൈം യു ലേൺ എ ന്യൂ ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് സെഞ്ചുറി യു ക്യാൻ ആഡ് ഇറ്റ് ടു ദാറ്റ് നോട്ട്. അപ്പൊ നമുക്ക് ഒരു മെന്റൽ സ്കെലിറ്റൽ ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ആവണം. യു ഷുഡ് നെവർ, എസ്പെഷ്യലി ഫോർ എ സബ്ജക്ട് ലൈക്ക് ഹിസ്റ്ററി, യു ഷുഡ് നെവർ സ്റ്റഡി ഇറ്റ് ഇൻ ഐസൊലേഷൻ. ഇന്ന ഫാക്ട് മാത്രം അല്ലെങ്കിൽ ഈ കോൺഗ്രസ് സെഷനിൽ ഇത് സംഭവിച്ചു, യു ഷുഡ് നെവർ സ്റ്റഡി ഇറ്റ് ഇൻ ഐസൊലേഷൻ. റാദർ ഒരു മെന്റൽ ഫ്രെയിം വർക്ക്, ഒരു സ്കെലിറ്റൺ ഫ്രെയിം വർക്ക് ഇയേഴ്സ് വെച്ചുണ്ടാക്കാം. ആൻഡ് ദെൻ യു ഹാവ് ടു പെഗ് the new knowledge you get into each of that timeline. So that really helps you in understanding things better, and it honestly makes the whole process much more enjoyable and worthwhile. ഇതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്, so I said subject based smartness. പിന്നെ എന്താ പറഞ്ഞ, I said about how to, I'll focus more on how to study and revision aspect. ഇപ്പൊ prelims-ന്റെ tips and tricks ിലോട്ട് ഞാൻ പോകുന്നില്ല, because that you will get from your mentors at your institute. അത് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. But the process of studying is what I discovered myself. അത് കുറെ trial and error ഒക്കെ ചെയ്തിട്ട് I found that there were many very efficient methods of doing it. So the next one is again with regards to Evernote ആണ്, newspaper note making with Evernote. So most aspirants even now, even though they have a smartphone, they stick to using
notebooks to write current affairs. വേറെ ഒന്നും കൊണ്ടല്ല, because Evernote makes it much more easier. Life will be made easier. You can edit your note, you can add additional information. ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ മേക്കിംഗ് നോട്ട്സ് ടേബിൾ ഫോർമാറ്റിൽ നോട്ട് ഉണ്ടാക്കുക. പോളിറ്റി ആണെങ്കിൽ കണക്ട് ഇറ്റ് വിത്ത് കറന്റ് അഫയേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം രാജസ്ഥാനിൽ there are so many ongoing issues with regards to horse trading ഉണ്ട്. ആൾക്കാർ ഡിഫെക്ഷൻ നടക്കുന്നുണ്ട്. ഗവർണറിന്റെ പവേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. So what you can do is that when something like that is happening, always connect it back to the syllabus or Lakshmikant. If you are a beginner, institute ആ ടോപ്പിക് ടീച്ച് ചെയ്തിട്ടുണ്ടാവില്ല. Like they may not have taught about governor yet in your classes, but even then Lakshmikant വളരെ readable book ആണ്. നമുക്ക് കട്ടിയുള്ള, I mean കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. So what you have to do is, when you're reading the newspaper, ipo governor-ന്റെ issue വരുന്നുണ്ട്, defection വരുന്നുണ്ട്. So ഈ issue നടക്കുന്ന സമയത്ത് തന്നെ പത്രം വായിച്ചതിന് ശേഷം just take Lakshmikant and refer that topic. So that makes the process more enjoyable and you will most likely remember it better. Okay, so that is another very good way of learning polity. ഞാൻ polity പഠിച്ചത് ഈ രണ്ട് methods യൂസ് ചെയ്തിട്ടായിരുന്നു. Whenever something was happening, I used to go back to Lakshmikant and study. Appo note undakkanam nirbandhalla. Even like reading through and highlighting once is good. The second time you're reading it, try and recall. Like close that section with your hand and try and recall. Always ensure that you're recalling instead of rereading. Recalling ine adindedaya kore benefits varunundu. The other thing I have to say is that regarding Evernote and Evernote Premium annotate PDFs എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ വലിയ ഡോക്യുമെന്റ്സ് വായിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇഫ് യു വാണ്ട് ടു റീഡ് സംതിങ് ലൈക്ക് എക്കണോമിക് സർവേ, യു ക്യാൻ യൂസ് ദാറ്റ് ഓപ്ഷൻ. സോ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം അവർ സെപ്പറേറ്റ്ലി വേറൊരു നോട്ട് ആക്കിയിട്ട് ഫ്രണ്ടിൽ തരും. സോ യു ഡോണ്ട് ഹാവ് ടു ഗോ ത്രൂ ദ ഡോക്യുമെന്റ്. ലൈക്ക് ദ ഡോക്യുമെന്റ് വിൽ ബി സം 500 pages big. So you don't have to go through it again and again. All right. The final പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, അഗൈൻ നോട്ട് മേക്കിംഗിൽ തന്നെ പറയുകയാണെങ്കിൽ മാക്സിമം ട്രൈ ആൻഡ് യൂസ് പ്രീവിയസ് ഇയർ ടോപ്പർ നോട്ട്സ്. അതായത് ഇറ്റ് വിൽ സേവ് യു എ ലോട്ട് ഓഫ് ടൈം. ബിക്കോസ് സം പീപ്പിൾ, അതൊരു ഫിലോസഫിയാണ്, സം പീപ്പിൾ ബിലീവ് ദാറ്റ് യുവർ ഓൺ നോട്ട്സ് വിൽ ഓൺലി ഹെൽപ്പ് യു. അത് I believe it's not that important to make your own notes every time. നമുക്ക് time consuming ആവും. And besides that, നമ്മളെക്കാൾ നല്ല രീതിയിൽ, very very better way, some previous topper or some institute would have made note. So, and while referring to any subject, make sure you don't go beyond what is required. So if you are searching a particular topic, UPSC ന്നും കൂടെ അതിനോട് ആഡ് ചെയ്തിട്ട് search ചെയ്യാം. So that will be very helpful. That is the two things about making notes. Now moving on to how to write എന്താ പറയാ, എക്സാം ആക്ച്വലി ഫേസ് ചെയ്യുന്ന രീതിയിൽ എത്തുമ്പോൾ നോട്ട് മേക്കിംഗിൽ തന്നെ കുറച്ച് ചേഞ്ചസ് ഞാൻ വരുത്തി. ആഫ്റ്റർ പ്രിലിംസ് സ്റ്റഡി ഫേസ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഫേസ് കംസ് ഇൻ ആക്ച്വലി ഇംപ്ലിമെന്റിംഗ് ഇറ്റ്. ദാറ്റ് ഈസ് ഇൻ മെയിൻസ്, റൈറ്റ്? സോ ഫോർ മെയിൻസ്, before writing, what I did was, നമ്മുടെ ഓൾറെഡി ഉള്ള നോട്ട്ബുക്കിൽ, അതായത് GS ആൻസേഴ്സിനെ എൻറിച്ച് ചെയ്യലായിരുന്നു മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ചിരുന്നത്. So this is another note making thing that you can include when you are at that stage. ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമില്ല. So this is something, this is that I maintained a separate notebook. അതായത് ഒരു ചെറിയ നോട്ട്ബുക്കിൽ you write all the statistics, facts, infographics, figures that you can use in your answers. അതായത് എല്ലാവരും ആൻസേഴ്സ് വെറും content rich ആക്കണമെങ്കിൽ, or if the examiner is reading your paper, they should feel that you have some kind of content. And obviously when you have some diagram, flow chart, picture, especially with regards to geography, if you want to make sure that you put it in your answer every time, you have to practice it. So before that, you can make a notebook exclusively for this and make a collection. ആ നോട്ടിൽ ഫുൾ ഇങ്ങനത്തെ നല്ല ആൻസർ എൻട്രി ചെയ്യുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ നിറച്ചു വെക്കുക. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഹെൽപ് മീ എ ലോട്ട്. ഈ നോട്ടായിരുന്നു ലാസ്റ്റ് എക്സാമിന്റെ തലേന്നൊക്കെ എപ്പോഴും ഞാൻ മറച്ചു നോക്കിയിരുന്നത്.
It will not be like അത്രയും orderly ഒന്നും ആവണ്ട, but certain figures അതിനകത്ത് ഉണ്ടാവും. For example, എന്താ പറയാ, inclusive growth is a concept in GS3 എക്കണോമിക്സിൽ വരുന്നതാണ്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഒരു പാരഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർ യു ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് എ ഫ്ലോ ചാർട്ട് വെച്ചിട്ട്, സോ ദിസ് ലീഡ്സ് ടു ദിസ് എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോ ചാർട്ടിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ ആ ബുക്കിൽ എഴുതി വെക്കുക, വരച്ചു വെക്കുക, and then go through it multiple times, and eventually that thing will come in your paper, and that makes a lot of difference. It will help finish your paper, and it will make your answer sheet look much more beautiful. Same thing with ethics il kore diagrams konduvaran pattum. GS2 il aanengilum kore diagrams konduvaram. governance ilum kore konduvaram. Geography pinne parayanda. So geography I used to draw figures. Volcano aanengil adinte figure, cyclone engane form cheyyunnathu adinte figure. So these are some note making tips that I have to say. ഇതിൽ അപ്പുറം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. Apart from this, in general കുറച്ച് സ്മാർട്ട് ടിപ്സ് വേറെ പറയുകയാണെങ്കിൽ എന്താണ്, I would say, like, if you have trouble concentrating in your studies, you can use some good apps. Forest എന്ന് പറഞ്ഞ ഒരു നല്ല ആപ്പാണ്. That can be, that will somehow prevent you from using your cell phone. I used to use that a lot because like any other millennial, എനിക്കും ഫോണിനോട് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. So you can do that, and then you can use a countdown timer and use Pomodoro technique. Pomodoro technique പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. That is, after every 25 minutes there will be an alarm. So make sure you're optimizing your brain power and everything. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ ചെയ്താൽ നമ്മുടെ burnout can be reduced. That is, burnout is something that every aspirant face. പഠിച്ച് അതിന്റെ ആ ഒരു പീക്കിൽ എത്തുമ്പോൾ there are high chances that you will get a burnout. So using all these in a very optimum manner can make the process more enjoyable and ensure that you don't have a burnout. ഇത്രയൊക്കെയാണ്